വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ പകുതി ജീവൻ പോയെന്ന് MK മുനീർ MLA. UDFന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരു കൊലപാതകയെ ലോക്സഭയിൽ എത്തിക്കില്ലെന്നും കെ മുരളീധരൻ തുറന്നടിക്കുന്നു. UDF കോഴിക്കോട് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു പി ജയരാജനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണം. പ്രഖ്യാപനം വൈകിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പുലികളാണെന്നും MK മുനീർ പറയുന്നു. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട UDFന് PV അൻവറിനെ പോലുള്ള ഇടനിലക്കാരുടെ ആവശ്യങ്ങളൊന്നുമില്ല. സംസ്ഥാനത്ത് ആരുടെയെങ്കിലും കൈപിടിച്ചു കുലുക്കിയാൽ തകരുന്നതല്ല മുസ്ലിം ലീഗിന്റെ ആദർശമെന്നും മുനീർ പറയുന്നു. SDPI നേതാക്കളുമായി ലീഗ് നേതൃത്വം നടത്തിയ രഹസ്യ ചർച്ച വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു മുനീറിന്റെ പ്രതികരണം. സൗഹൃദത്തിന്റെ പേരിൽ കൈകൊടുക്കുന്നത് കീഴടങ്ങലൊന്നുമല്ല. തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ലീഗ് സന്ധി ചെയ്യില്ലെന്നും മുനീർ പറയുന്നു. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ D സിദ്ദിഖും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശുമാണ് സ്ഥാനാർത്ഥികൾ. ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 3 MLA-മാരായി. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വല്ലാതെ വലച്ചതാണ് വടകര. അക്രമ രാഷ്ട്രീയം മുഖ്യ പ്രചാരണ വിഷയമാക്കിയ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ നേരിടാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കുമായില്ല. വടകരയിൽ തട്ടി മറ്റ് 3 മണ്ഡലങ്ങളിലെ പ്രഖ്യാപനവും പാതി വഴിയിൽ നിന്നു. മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ വടകരയിൽ മികച്ച സ്ഥാനാർത്ഥി വരുമെന്നുള്ള മുന്നറിയിപ്പ് മുല്ലപ്പള്ളി നൽകിയിരുന്നു. മുഗൾ വാസ്കിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി ആവട്ടെ ഏകപക്ഷീയമായി തീരുമാനം പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഇതോടെ പന്ത് വീണ്ടും കേരളത്തിന്റെ കോർട്ടിലെത്തി. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രവർത്തകരുടെ പ്രതിഷേധം കനത്തതോടെ രമേശ് ചെന്നിത്തല കെ മുരളീധരനെ വിളിച്ചു. അംഗത്തിന് ഇറങ്ങാൻ തയ്യാറാണെന്ന മുരളീധരന്റെ നിലപാട് ഉമ്മൻചാണ്ടി അംഗീകരിച്ചതോടെ വടകര തീരുമാനമായി. കേരളത്തിൽ നിന്നുള്ള വിളിയെത്തിയപ്പോൾ മുല്ലപ്പള്ളിക്കും അതങ്ങ് രസിച്ചു. വയനാട് കൈവിട്ടു പോയതിൽ അമർഷത്തിലായിരുന്ന I ഗ്രൂപ്പിന് മധുര പ്രതികാരമായി വടകരയിലെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ക്രെഡിറ്റ് മുരളീധരനോടൊപ്പം ഗ്രൂപ്പിനും അവകാശപ്പെട്ടതാണെന്ന് ചെന്നിത്തല വിഭാഗവും പറയുന്നു. വടകരയിൽ പി ജയരാജനെ എതിർക്കാൻ കരുത്തുറ്റ നേതാവാണ് വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ. അംഗം കുഴിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വടകരയിലെ ജനങ്ങൾ എന്താണ് വിധിയെഴുതുന്നത്? കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.